സ്രാവ്. ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? ഒരു ഭീകരരൂപി അല്ലേ? കൂർത്ത പല്ലുകളൊക്കെയുള്ള കടലിലൊരു വില്ലൻ. പക്ഷേ ഈ ചിത്രം ശരിക്കുമുള്ളതാണോ? അതോ നമ്മളെ ആരോ പറഞ്ഞു പറ്റിച്ചതാണോ? അപ്പൊ ഇന്ന് നമുക്ക് സ്രാവുകളെക്കുറിച്ചുള്ള ആ സത്യം എന്താണെന്ന് ഒന്ന് നോക്കാം. നോക്കൂ, ഈ ഒരു വാചകം ശ്രദ്ധിക്കൂ. മനുഷ്യഭോജികൾ. പക്ഷെ അതിനപ്പുറം ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ജീവികളിലൊന്ന്. ഇത് ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണല്ലേ? എന്തിനാ നമ്മൾ സ്രാവുകളെ ഇത്രയധികം പേടിക്കുന്നത്? എവിടുന്നാ ഈ ഭയം നമ്മുടെയൊക്കെ ഉള്ളിൽ കയറിക്കൂടിയത്? അപ്പോ നമുക്കാദ്യം തുടങ്ങാം. നമ്മുടെയെല്ലാം മനസ്സിലുള്ള ആ സ്രാവിനെ വെച്ച് തന്നെ തുടങ്ങാം. സിനിമകളിലും കഥകളിലുമൊക്കെ നമ്മൾ കാണുന്ന ആ ഒരു ഭീകരരൂപം ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. നമ്മളിൽ എത്ര പേര് ജീവിതത്തിൽ ഒരു സ്രാവിനെ നേരിട്ട് കണ്ടിട്ടുണ്ടാവും? വളരെ കുറച്ചുപേർ അല്ലേ? എന്നിട്ടും നമുക്കെല്ലാവർക്കും എന്തൊരു പേടിയാ അതിന്. അപ്പൊ ഈ പേടി എവിടുന്ന് വന്നു? അത് യഥാർത്ഥ അനുഭവങ്ങളിൽ നിന്നല്ല, മറിച്ച് നമ്മൾ കേട്ട കണ്ട കഥകളിൽ നിന്നാണ്. ദേ നോക്കൂ, ദ മെഗ് പോലുള്ള സിനിമകൾ, പിന്നെ പലതരം കഥകൾ, ടി.വി. ഷോകൾ, ഇവയെല്ലാം ചെയ്തത് എന്താണെന്നറിയാമോ? സ്രാവുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ വേട്ടയാടി പിടിക്കുന്ന ഭീകരന്മാരാണെന്ന് നമ്മുടെ തലയിലങ്ങ് ഉറപ്പിച്ചു. ഈ കഥകളൊക്കെ നമ്മുടെ ചിന്തയെ എത്രത്തോളം മാറ്റിമറിച്ചു എന്ന് നോക്കുന്നത് രസകരമായിരിക്കും. ഇതിലെ ഒരു പ്രധാന ഉദാഹരണമാണ് മെഗലഡോൺ ദി മോൺസ്റ്റർ ഷാർക്സ് ലിവ്സ് എന്നൊരു പ്രോഗ്രാം. കണ്ടാലൊരു യഥാർത്ഥ ഡോക്യുമെന്ററി ആണെന്നേ പറയൂ. സംഭവം എന്താന്ന് വെച്ചാൽ, ലക്ഷക്കണക്കിന് വർഷം മുൻപ് ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതായ ഒരു ഭീമൻ സ്രാവിനെ അതിപ്പോഴും കടലിന് അടിത്തട്ടിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന മട്ടിൽ അവർ അവതരിപ്പിച്ചു, ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി. ഇനി ഈ കണക്കൊന്ന് നോക്കിക്കേ, ശരിക്കും ഞെട്ടിപ്പോകും. ആ ഷോ കണ്ടവരിൽ 70%, അതെ 70% ആളുകളും മെഗലോഡോൺ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിച്ചു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു ടി.വി. ഷോയ്ക്ക് ഒരു കെട്ടുകഥയെ ആളുകളുടെ മനസ്സിൽ ഒരു സത്യമാക്കി മാറ്റാൻ കഴിഞ്ഞു. അത്രയ്ക്കുണ്ട് മീഡിയയുടെ സ്വാധീനം. അപ്പോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സ്രാവിനെപ്പറ്റി കേട്ടിട്ടുള്ളത്. പക്ഷെ ഒരു ചോദ്യമുണ്ട്, ഇതാണോ സ്രാവിന്റെ ശരിക്കുള്ള കഥ? ഈ സിനിമകളിലെ വില്ലനാണോ യഥാർത്ഥ സ്രാവ്? വാ, നമുക്കതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സിനിമയുടെ ആ വെള്ളി വെളിച്ചമൊക്കെ അങ്ങ് ഓഫ് ചെയ്തിട്ട് യഥാർത്ഥ കടലിന്റെ ആഴങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. ശരിക്കും ആരാണീ സ്രാവ്? ഈ സ്രാവിന്റെ യഥാർത്ഥ കഥ മനസ്സിലാക്കാൻ നമുക്ക് പുതിയൊരു രീതിയിൽ ചിന്തിക്കേണ്ടി വരും. അതിന് പറയുന്ന പേരാണ് ഡീകോളനൈസേഷൻ. വലിയ വാക്കൊന്നും കേട്ട് പേടിക്കേണ്ട, സിമ്പിളായി പറഞ്ഞാൽ ഇത്രയുള്ളൂ. ഈ ലോകത്തിലെ എല്ലാത്തിന്റെയും മുകളിലാണ് മനുഷ്യൻ എന്ന ചിന്തയൊന്ന് മാറ്റിവെക്കുക. പകരം നമ്മളും ഈ ഭൂമിയിലെ കോടിക്കണക്കിന് ജീവികളിൽ ഒന്ന് മാത്രമാണെന്ന് മനസ്സിലാക്കുക. അത്രയുള്ളൂ. സ്രാവുകൾ ഇന്നോ ഇന്നലെയോ വന്നവരല്ല. ദിനോസറുകൾ വരുന്നതിനും എത്രയോ കാലം മുൻപ്, അതായത് ഏകദേശം 40 കോടി വർഷം മുൻപ് ഈ ഭൂമിയിലുണ്ടാവാം. കടലിലെ ഭക്ഷ്യശൃംഖലയുടെ ഏറ്റവും മുകളിലാണ് ഇവരുടെ സ്ഥാനം. അതുകൊണ്ടുതന്നെ സമുദ്രത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിൽ ഇവർക്ക് വലിയൊരു പങ്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ കടലിലെ രാജാക്കന്മാരാണിവർ. സിനിമയിലെ ആ ഭീകരരൂപിയായ സ്രാവിനെ നമ്മൾ കണ്ടു. ഇനി യഥാർത്ഥ ജീവിതത്തിലെ ഒരു സൂപ്പർ സ്റ്റാറിനെ കാണാം. ഇത് ഡീപ് ബ്ലൂ. ഡീപ് ബ്ലൂ ആരാണെന്നല്ലേ? ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഗ്രേറ്റ് വൈറ്റ് ഷാർക്കുകളിൽ ഒന്നാണിവൾ. ഏകദേശം 20 അടി നീളം വരും, ഒരു ചെറിയ ബസ്സിന്റെ അത്ര വലിപ്പം. പക്ഷെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം അതല്ല. ഡൈവർമാർ ഇവളുടെ അടുത്തൊക്കെ പോകുമ്പോൾ ഇവൾ വളരെ ശാന്തയായിട്ടാണ് പെരുമാറുന്നത്. ഒരു സിനിമാ രാക്ഷസനല്ല, മറിച്ച് കടലിലെ ഗാംഭീര്യമുള്ള ഒരു ജീവി. അതാണ് ഡീപ് ബ്ലൂ. ഇനിയൊരു കാര്യം കൂടി നമ്മൾ അറിയണം. ഈ സ്രാവിനെ ഒരു വില്ലനായി കാണുന്നത് ഒരുപക്ഷേ നമ്മൾ മാത്രമായിരിക്കും. ലോകത്ത് പലയിടത്തും പല സംസ്കാരങ്ങളിലും സ്രാവുകൾ വെറും മൃഗങ്ങളല്ല, ദൈവങ്ങളാണ്. ഉദാഹരണത്തിന് ഹവായിയിൽ കാമോഹോവാലി എന്നൊരു സ്രാവ് ദൈവമുണ്ട്. അവരുടെ വിശ്വാസം എന്തായെന്നറിയോ? കടലിൽ വഴിതെറ്റിപ്പോകുന്ന മൂയാളരെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കുന്ന ഒരു രക്ഷകനാണീ സ്രാവ്. ഒന്ന് ഓർത്തുനോക്കൂ, നമ്മൾ ഭയക്കുന്ന ജീവിയെ അവർ ഒരു കാവൽ മാലാഖിയെ പോലെയാണ് കാണുന്നത്. ഒരു വില്ലനല്ല, സംരക്ഷകൻ. ശരി, അപ്പൊ നമുക്ക് സ്രാവുകളെപ്പറ്റി ഇങ്ങനൊരു തെറ്റിദ്ധാരണയും പേടിയും ഒക്കെയുണ്ട്. അതുകൊണ്ട് എന്താ പ്രശ്നം? അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെയാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരാൻ പോകുന്നത്. ഈ സംഖ്യയൊന്ന് ശ്രദ്ധിക്കൂ, 10 കോടി. എന്തായിരിക്കും ഇത്? ഒരു ഊഹം വല്ലതുമുണ്ടോ? ഇതാണ് ആ സംഖ്യയുടെ അർത്ഥം. ഓരോ വർഷവും നമ്മൾ മനുഷ്യർ കൊല്ലുന്ന സ്രാവുകളുടെ ഏകദേശ കണക്കാണിത്. 10 കോടി. അപ്പോ സിനിമയിലെ വില്ലന്മാര് യഥാർത്ഥ ജീവിതത്തിലെ ഇരകളായി മാറുകയാണല്ലേ? ഇനി ഈ കണക്കുകൾ തമ്മിലൊന്ന് താരതമ്യം ചെയ്തു നോക്കൂ. ഇത് കണ്ടാൽ ആർക്കും കാര്യങ്ങൾ വ്യക്തമാകും.
ഒരു വർഷം സ്രാവുകൾ കാരണം മരിക്കുന്നത് ശരാശരി 6 മനുഷ്യരാണ്. വെറും 6. പക്ഷെ നമ്മൾ മനുഷ്യർ ഒരു വർഷം കൊല്ലുന്നതോ 10 കോടി സ്രാവുകളെ. അപ്പൊ ശരിക്കും ആരാണ് കൂടുതൽ അപകടകാരി? ആരാണിവിടെ യഥാർത്ഥ ഭീഷണി? ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് പോലും വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയും. ഉദാഹരണത്തിന്, സ്രാവാക്രമണം എന്ന് പറയുന്നതിന് പകരം ശാസ്ത്രജ്ഞർ ഇപ്പോൾ ഷാർക്ക് ഇൻസിഡന്റ് അല്ലെങ്കിൽ സ്രാവുമായുള്ള സംഭവം എന്നൊക്കെയാണ് പറയുന്നത്. കാരണം ആക്രമണം എന്ന് പറയുമ്പോൾ അതിലൊരു ദുരുദ്ദേശമുണ്ട്. സ്രാവ് മനഃപൂർവ്വം നമ്മളെ കൊല്ലാൻ വരുന്നതാണെന്നൊരു തോന്നല്. പക്ഷെ സത്യം അതല്ല, അതൊരു ഏറ്റുമുട്ടൽ മാത്രമാണ്. ആ ഒരു ചെറിയ വാക്ക് മാറ്റുന്നത് പോലും നമ്മുടെ ചിന്തയെ മാറ്റാൻ സഹായിക്കും. അപ്പോ നമ്മൾ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് എന്തു ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ ചിന്താഗതിയെ, ഈ കാഴ്ചപ്പാടിനെ എങ്ങനെയാണ് മാറ്റാൻ സാധിക്കുക? ഈ കാണുന്ന പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാന കാരണം എന്താണെന്നറിയാമോ? അവകാശങ്ങളെക്കുറിച്ചുള്ള ഒരു തർക്കമാണ്. ആരുടെ അവകാശത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്ന ചോദ്യം. ഇവിടെയാണ് ആ തർക്കം. ഒരു വശത്ത് നമുക്ക് മനുഷ്യർക്ക് കടലിൽ കുളിക്കാനും സർഫ് ചെയ്യാനും, ചുരുക്കി പറഞ്ഞാൽ വിനോദത്തിനുമുള്ള അവകാശമുണ്ട്. മറുവശത്തോ ലക്ഷക്കണക്കിന് വർഷങ്ങളായി കടൽ വീടാക്കി ജീവിക്കുന്ന സ്രാവുകൾക്ക് അവിടെ ജീവിക്കാനുള്ള അവകാശം. അപ്പോ ചോദ്യമിതാണ്, നമ്മുടെ വിനോദമാണോ അതോ മറ്റൊരു ജീവിവർഗത്തിന് നിലനിൽപ്പാണോ വല്ലത്? അതായത്, നമ്മളൊരു കാര്യം ഓർക്കണം. നമ്മൾ വെള്ളത്തിലേക്കിറങ്ങുമ്പോൾ നമ്മൾ ഒരു കാട്ടിലേക്ക് പോകുന്നതുപോലെയാണ്. അത് നമ്മുടെ ലോകമല്ല, അവരുടെ ലോകമാണ്, സ്രാവുകളുടെ വീട്. അവിടെ നമ്മൾ വെറും അതിഥികൾ മാത്രമാണ്. അപ്പോ ഈ ഒരു ചോദ്യത്തോടെ നമുക്ക് നിർത്താം. അടുത്ത തവണ നിങ്ങൾ കടലിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു നിമിഷം ആലോചിക്കുക. ഞാൻ വന്നിരിക്കുന്നത് എന്റെ സ്വന്തം കളിസ്ഥലത്തേക്കാണോ അതോ മറ്റൊരാളെ വീട്ടിലേക്കാണോ, ഒരു വനപ്രദേശത്തേക്കാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ചിലപ്പോൾ സ്രാവുകളെക്കുറിച്ച് നിങ്ങൾക്കുള്ള എല്ലാ ധാരണകളെയും എന്നേക്കുമായി മാറ്റിമറിച്ചേക്കാം.